ഇഫ് യു ഡോണ്ട് ബിൽഡ് യുവർ ഇമേജ് അതേഴ്സ് വിൽ ബിൽഡ് യുവർ ഇമേജ്. നമ്മുടെ എതിരാളികൾ നമ്മുടെ ഇമേജ് സൃഷ്ടിക്കാൻ പോയാൽ അതൊരു ക്രൂരമായ സൃഷ്ടിക്കലായിരിക്കും. അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധിയെ പപ്പു എന്നൊരു പരിവേഷം BJP ചാർത്തി കൊടുത്തു. അദ്ദേഹം സ്വന്തം ഇമേജിനെ പറ്റി, സ്വന്തം പ്രതിച്ഛായയെ പറ്റി ഒട്ടും ബോധേഡല്ലായിരുന്നു. അദ്ദേഹം ബോധവാനായിരുന്നു, അത് എന്ത് ചെയ്യണമെന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ അദ്ദേഹം ബോധേഡല്ലായിരുന്നു. എന്ത് വേണമെങ്കിലും എന്നെ പറ്റി പറഞ്ഞോട്ടെ, എന്നെ നാട്ടുകാർക്ക് അറിയാമെന്നൊരു രീതിയിൽ പോയി. പക്ഷെ അത് ഏറ്റവും വലിയ തെറ്റാണ്. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ടു പബ്ലിക് കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായി. രാഹുൽ ഗാന്ധി പല സംവാദങ്ങളിലൊക്കെ പങ്കെടുത്തും. അത് കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് ഭാരത് ജോഡോ യാത്രയിലൂടെ അദ്ദേഹത്തിൻ്റെ ഇമേജ് പുള്ളി തിരിച്ചു പിടിച്ചു. ആ ഒരു വലിയൊരു മാറ്റമായിരുന്നു. രാഹുൽ ഗാന്ധിയെ നേരിട്ട് കാണാനും അടുത്ത് കാണാനും സാധാരണക്കാരനായ ജനങ്ങൾക്ക് പറ്റി അദ്ദേഹത്തിൻ്റെ യാത്രയിൽ. അപ്പോൾ കുറേയൊക്കെ ആൾക്കാരെ മനസ്സിൽ രാഹുൽ ഗാന്ധി എന്താണെന്നും എങ്ങനെയുള്ളൊരു മനുഷ്യനാണെന്നും ഒക്കെയുള്ള ആൾക്കാർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി. ഇത് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന എല്ലാവർക്കും ഒരു പാഠമാകേണ്ട വിഷയമാണ്. സ്വന്തം ഇമേജ് നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ നമ്മുടെ ഇമേജ് മറ്റുള്ളവർ സൃഷ്ടിക്കും.